അങ്ങനെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഗ്രേറ്റ് ഫാദർ റിലീസ് ചെയ്തു. മമ്മൂട്ടിയുടെ നല്ലൊരു തിരിച്ചുവരവ് തന്നെയാണ് ഈ സിനിമയിലൂടെ നടത്തിയിരിക്കുന്നത്. അവസാന നിമിഷം വരെ പ്രേക്ഷകനെ വളരെ ത്രില്ലോടുകൂടി പിടിച്ചിരുത്താൻ കഴിയുന്നതിലൂടെ ഹനീഫ് അദനി തൻ്റെ ആദ്യ സംരംഭം മികച്ചതാക്കി. ഒരു സമകാലിക പ്രശ്നത്തെ കേന്ദ്രീകരിച്ചുള്ള കഥയെ മികച്ചതായി സ്ക്രിപ്റ്റാക്കി മാറ്റാനും അതിനെ നന്നായി തന്നെ പ്രേക്ഷകന് മുന്നിൽ അവതരിപ്പിച്ച് ഫലിപ്പിക്കാനും സംവിധായകന് കഴിഞ്ഞു. മമ്മൂട്ടിയെ കേന്ദ്ര കഥാപാത്രമാക്കി ചിത്രീകരിച്ചപ്പോൾ കൂടെ അഭിനയിച്ച ഓരോരുത്തരും തന്നെ അവരവരുടെ വേഷങ്ങൾ നന്നായി തന്നെ കൈകാര്യം ചെയ്തു. ചിത്രത്തിന്റെ ആദ്യ പകുതിയിൽ തന്നെ കുടുംബ പ്രേക്ഷകരുടെ മനസ്സ് പിടിച്ചെടുക്കാൻ സംവിധായകന് കഴിഞ്ഞു. എന്നാൽ ചിത്രത്തിന്റെ ഗതി മാറ്റിമറിക്കുന്നത് രണ്ടാം പകുതിയിലാണ്. അവസാനം വരെ വില്ലൻ ആരാണെന്നറിയാൻ പ്രേക്ഷകന് ആകാംക്ഷ ഉളവാക്കുന്ന രീതിയിലാണ് ചിത്രം അവതരിപ്പിക്കുന്നത്. തമിഴ് നടൻ ആര്യയുടെ അഭിനയം എടുത്തു പറയേണ്ട ഒന്നാണ്. ഓരോ സീനുകളിലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൻ്റെ എടുപ്പോടുകൂടി തന്നെ ചിത്രം മികച്ചതാകുന്നു. ഓരോ കഥാപാത്രത്തിനും ഓരോ പഞ്ച് ഡയലോഗുകൾ ചിത്രത്തിൽ ഉൾപ്പെടുത്തിയപ്പോൾ മമ്മൂക്കയുടെ ഓരോ ഡയലോഗും പ്രേക്ഷകരുടെ കയ്യടി നേടിത്തരുന്ന തരത്തിലുള്ളതാണ്. സമകാലിക പ്രശ്നങ്ങളിലെ ഒരു വിഷയത്തെ പ്രമേയമാക്കി അത് മികച്ചതാക്കി മാറ്റാൻ ഹനീഫ് അദനിക്ക് സാധിച്ചു. പുതുമുഖം ആണെങ്കിൽ കൂടിയും ആ സ്ക്രിപ്റ്റ് വായിച്ചു അതിനെ നിർമ്മിക്കുവാനും അതിനു വേണ്ടുന്ന പ്രൊമോഷനുകൾ നൽകുകയും ചെയ്ത ഓഗസ്റ്റ് സിനിമാസ് ആണ്. വളരെ നാളായി ഹിറ്റുകൾ സൃഷ്ടിക്കാൻ കഷ്ടപ്പെടുന്ന മമ്മൂട്ടിയുടെ ഒരു നല്ല തിരിച്ചുവരവാണ് ഈ സിനിമയിലൂടെ സംഭവിച്ചിരിക്കുന്നത്. എത്രയും വയസ്സായെങ്കിൽ കൂടെയും സൂപ്പർ ലുക്കിൽ തന്നെയാണ് മമ്മൂക്കയുടെ ചിത്രത്തിലുടനീളം കാണാൻ സാധിക്കുന്നത്. അഭിനയത്തിൻ്റെ കാര്യത്തിലും അദ്ദേഹം ഒട്ടും പുറകോട്ട് പോയിട്ടില്ല എന്ന് തെളിയിപ്പിക്കുന്ന തരത്തിലാണ് ചിത്രം. സ്നേഹയ്ക്ക് വലിയ ഒരു റോൾ ഇല്ലായിരുന്നെങ്കിൽ കൂടിയും ഉള്ള ഭാഗം അവർ മികച്ചതാക്കി. എക്കാലവും മലയാളികൾ ഓർത്തുവെക്കുന്ന തരത്തിലാണ് ആര്യ ആൻഡ്രൂസ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. തൻ്റെ ബോഡി പ്രദർശനവും ആര്യ ഈ സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറിൻ്റെ റോളാണ് ആര്യ കൈകാര്യം ചെയ്തിരിക്കുന്നത്. മാളവികയും ആര്യയുടെ കൂടെ മികച്ചു തന്നെ നിന്നു. പിന്നെ ബേബി അനികയുടെ വളരെ നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. ആകെ പറയുകയാണെങ്കിൽ അഭിനയത്തിൻ്റെ പേരിൽ ഈ ചിത്രം മികച്ചു തന്നെ നിന്നു. വില്ലന് കൂടുതൽ സീനുകൾ കൊടുത്തിരുന്നെങ്കിൽ സിനിമയ്ക്ക് കൂടുതൽ ക്ലാരിറ്റി ഉണ്ടായേനെ. പിന്നെ ഈ ചിത്രത്തെ മികച്ചതാക്കാൻ കഴിഞ്ഞതിൽ എടുത്തു പറയേണ്ട മറ്റു രണ്ടു പേരുകൾ ഗോപി സുന്ദറിൻ്റെയും സുഷിൻ ശ്യാമിൻ്റെയുമാണ്. സിനിമയുടെ സംഗീതവും പശ്ചാത്തല സംഗീതവും വളരെ മികച്ചു തന്നെ നിന്നു. സൗണ്ട് മിക്സിങ്ങും എല്ലാം കൊണ്ടും ചിത്രം സൂപ്പർ തന്നെ എന്ന് പറയാം. വില്ലൻ വരുന്ന സമയത്തിലുള്ള മ്യൂസിക്കും എല്ലാം അടിപൊളിതായിട്ടുണ്ട്. ഒരു പുതിയ ഉണർവാണ് ചിത്രത്തിലൂടെ ലഭിക്കുന്നത്. ചിത്രത്തിൻ്റെ എല്ലാ ഭാഗവും മികച്ചു തന്നെ നിന്നു. അതിപ്പം ക്യാമറ എടുത്തിരിക്കുന്നതും VFXും എല്ലാം തന്നെ. ഒരു മുഴുനീള ആക്ഷൻ സിനിമ പ്രതീക്ഷിച്ചു പോകുന്നവരെ ചിലപ്പോൾ ഈ ചിത്രം വേണ്ട അത്ര സന്തോഷിപ്പിച്ചെന്ന് വരില്ല. ഒരു ക്ലാസ് മാസ് ഫാമിലി എൻ്റർടൈനാണ് ദി ഗ്രേറ്റ് ഫാദർ. ഫാമിലി ആയിട്ടോ കൂട്ടുകാരോ ഒത്തു കാണാൻ പറ്റിയ സിനിമ. നിങ്ങൾ ഒരു മമ്മൂക്ക ഫാൻ ആണെങ്കിൽ ഉറപ്പായും ഈ ചിത്രം മിസ് ചെയ്യരുത്. ഈ ചിത്രത്തിന് ഇന്ത്യൻ മൂവി പ്ലാന്റ് നൽകുന്ന റേറ്റിംഗ് 3.2 ഔട്ട് ഓഫ് 5. സമയത്തിലുള്ള മ്യൂസിക്കും എല്ലാം അടിപൊളിതായിട്ടുണ്ട്. ഒരു പുതിയ ഉണർവാണ് ചിത്രത്തിലൂടെ ലഭിക്കുന്നത്. ചിത്രത്തിൻ്റെ എല്ലാ ഭാഗവും മികച്ചു തന്നെ നിന്നു. അതിപ്പം ക്യാമറ എടുത്തിരിക്കുന്നതും VFXും എല്ലാം തന്നെ. ഒരു മുഴുനീള ആക്ഷൻ സിനിമ പ്രതീക്ഷിച്ചു പോകുന്നവരെ ചിലപ്പോൾ ഈ ചിത്രം വേണ്ട അത്ര സന്തോഷിപ്പിച്ചെന്ന് വരില്ല. ഒരു ക്ലാസ് മാസ് ഫാമിലി എൻ്റർടൈനാണ് ദി ഗ്രേറ്റ് ഫാദർ. ഫാമിലി ആയിട്ടോ കൂട്ടുകാരോ ഒത്തു കാണാൻ പറ്റിയ സിനിമ. നിങ്ങൾ ഒരു മമ്മൂക്ക ഫാൻ ആണെങ്കിൽ ഉറപ്പായും ഈ ചിത്രം മിസ് ചെയ്യരുത്. ഈ ചിത്രത്തിന് ഇന്ത്യൻ മൂവി പ്ലാന്റ് നൽകുന്ന റേറ്റിംഗ് 3.2 ഔട്ട് ഓഫ് 5 ചെയ്യരുത്. ഈ ചിത്രത്തിന് ഇന്ത്യൻ മൂവി പ്ലാന്റ് നൽകുന്ന റേറ്റിംഗ് 3.2 ഔട്ട് ഓഫ് 5